പ്രേക്ഷകരുടെ ക്വരീസ് ഒക്കെ തന്നെ അഡ്രസ്സ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. ധാരാളം പ്രേക്ഷകർ ധാരാളം സ്റ്റോക്കുകളെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. കുറേ പ്രേക്ഷകർ ജിയോ ഫിനാൻസിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ മറ്റൊരു പ്രേക്ഷകൻ പ്രധാനമായിട്ടും ചോദിച്ചിരിക്കുന്നത് RVNL കുറിച്ചാണ്. കഴിഞ്ഞ ദിവസം RVNL നല്ലൊരു മുന്നേറ്റം നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. 9% ഒരു നേട്ടമായിരുന്നു കഴിഞ്ഞൊരു ട്രേഡിംഗ് സെഷനിൽ രേഖപ്പെടുത്തിയത്. 221 രൂപ റേഞ്ചിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. RVNL സാറിന്റെ റിവ്യൂ എന്താണ്? RVNL കേസിൽ നമുക്ക് അറ്റ് ദ മൊമെന്റ് ഒരു വീക്ക്നെസ്സും കാണാൻ സാധിക്കുന്നില്ല ആൻഡ് കണ്ടിന്യൂ ടു മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ. സോ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹൈ ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ അഡ്വൈസ് ചെയ്യുന്നില്ല. അടുത്ത 2-3 ദിവസം എത്രത്തോളം ഈ സ്റ്റോക്ക് നമുക്ക് നേട്ടം നൽകുന്നു എന്ന് നമുക്ക് നോക്കിയിരിക്കാം. ബട്ട് ഈ ആഴ്ച തന്നെ ഇറ്റ് വുഡ് ബി എ ഗുഡ് ഐഡിയ ടു ബുക്ക് സം പ്രോഫിറ്റ്സ്. സ്റ്റോക്കിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ലെവൽസിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ 200 രൂപയായിരിക്കണം. 200 രൂപയുടെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേം ട്രെൻഡ് വിൽ ടേൺ ബെയറിഷ്. അപ്പം സുമേഷ് KS എന്ന് പറഞ്ഞുള്ളൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് തേജസ് നെറ്റ്വർക്കിലുള്ള സാറിൻ്റെ വ്യൂ ആണ്. തേജസ് നെറ്റ്വർക്ക് കഴിഞ്ഞ ദിവസം 0.3% ഒരു ഇടിവോടുകൂടി 857 രൂപ 90 പൈസ എന്ന റേഞ്ചിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചത്. സോ തേജസ് നെറ്റ്വർക്കിന്റെ ഷോർട്ട് ടേം ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഇസ് സൈഡ് വേസ്. സ്റ്റോക്കിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ട് ഏരിയ 830 റുപ്പീസ്. 830 രൂപയുടെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ദ ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറും. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ സ്റ്റോക്കിൽ ലോങ് പൊസിഷൻസ് മെയിൻറ്റെയിൻ ചെയ്യരുത്. നമ്മളൊരു പുതിയ ബൈയിങ് അവസരം നോക്കുകയാണെങ്കിൽ 890 രൂപയുടെ റെസിസ്റ്റൻസ് വാച്ച് ചെയ്തിരിക്കുക. 890 റുപ്പീസിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേം ട്രെൻഡ് വിൽ ടേൺ ബുള്ളിഷ്. ഒപ്പം മല്ലിക എന്ന് പറഞ്ഞൊരു പ്രേക്ഷക ചോദിച്ചിരിക്കുന്നത് JTL ഇൻഡസ്ട്രീസ് ലിമിറ്റഡിലുള്ള സാറിൻ്റെ ഒരു വ്യൂ ആണ്. കഴിഞ്ഞ ദിവസം 2% ഒരു നേട്ടത്തോടു കൂടി 253 രൂപ എന്ന റേഞ്ചിലായിരുന്നു ട്രേഡിംഗ് അവസാനിപ്പിച്ചത്. സോ JTL നോക്കുമ്പോഴേക്കും എനിക്ക് തോന്നുന്നത് 2021 അവസാനത്തോടു കൂടിയായിരുന്നു ഈ സ്റ്റോക്ക് ലിസ്റ്റ് ചെയ്യപ്പെട്ടത്. ആൻഡ് കഴിഞ്ഞ ഓൾമോസ്റ്റ് ഒരു വർഷമായിട്ട് ഈ സ്റ്റോക്ക് കണ്ടിന്യൂസ്ലി നമുക്ക് നല്ല നേട്ടം നൽകിക്കൊണ്ടിരിക്കുന്നു. ഇറ്റ്സ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. ബട്ട് കഴിഞ്ഞ വെള്ളിയാഴ്ച സ്റ്റോക്ക് ഒരു പുതിയ റെക്കോർഡ് ഓൾ ടൈം ഹൈ 268 രൂപയ്ക്ക് നൽകിയതിന് ശേഷം ഒരു വലിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് നേരിട്ടിരുന്നു. സോ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത് വരും ദിവസങ്ങളിൽ 270 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എന്ന്. 270ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ഷോർട്ട് ടേം ട്രെൻഡ് വീണ്ടും ബുള്ളിഷായി മാറും. നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 242 രൂപയുടെ സപ്പോർട്ടും ശ്രദ്ധിച്ചിരിക്കുക. 242 സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറും. അങ്ങനെ ബെയറിഷായി മാറിക്കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ മെയിൻറ്റെയിൻ ചെയ്യരുത്. ഒപ്പം തന്നെ മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് ടാറ്റ സ്റ്റീലുള്ള സാറിൻ്റെ ഒരു വ്യൂ ആണ്. കഴിഞ്ഞ ദിവസം 0.22% ഒരു ഇടിവോടുകൂടി 135 രൂപ എന്ന റേഞ്ചിലായിരുന്നു ട്രേഡിംഗ് അവസാനിപ്പിച്ചത്. ടാറ്റ സ്റ്റീലിന്റെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് നിലവിൽ ബുള്ളിഷായി തന്നെ തുടരുന്നു. സോ നമുക്ക് കാണാൻ സാധിക്കുന്ന ഡിസംബർ മാസത്തിൽ ഈ സ്റ്റോക്ക് ഒരു 141 രൂപ 25 പൈസയുടെ ഹൈ ലെവൽ എത്തിയതിനു ശേഷം കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ഇത് പ്രോഫിറ്റ് ടേക്കിംഗ് നേരിട്ടുകൊണ്ടിരിക്കുന്നു. സ്റ്റോക്കിൽ നമുക്ക് തിരിച്ചൊരു ബുള്ളിഷ്നെസ് കാണണമെങ്കിൽ 137 രൂപ 50 പൈസയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. അങ്ങനെയെങ്കിൽ മാത്രം നമുക്കൊരു പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കും. കയ്യിൽ ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 120 രൂപയുടെ സപ്പോർട്ട് 130 രൂപയുടെ സപ്പോർട്ട് വാച്ച് ചെയ്തിരിക്കുക. 130ന്റെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേം ട്രെൻഡ് വിൽ ടേൺ ബെയറിഷ്. ഒപ്പം രാജേഷ് എന്ന് പറഞ്ഞൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് പാരാദീപ് ഫോസ്ഫേറ്റ്സ് ലിമിറ്റഡിലുള്ള സാറിൻ്റെ വ്യൂ ആണ്. കഴിഞ്ഞ ദിവസം ഓൾമോസ്റ്റ് 1% നഷ്ടത്തിൽ 77 രൂപ 60 പൈസ എന്ന റേഞ്ചിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. ഫോസ്ഫേറ്റും ക്വൈറ്റ് സിമിലർ ടു ടാറ്റ സ്റ്റീൽ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനുവരി 4-ാം തീയതി ആയിരുന്നു ഈ സ്റ്റോക്കിന്റെ ഒരു ഹൈ ലെവല് കാണാൻ സാധിക്കുന്ന 83 രൂപ 45 പൈസ. ആ ഒരു ലെവലിൽ എത്തിയതിനു ശേഷം കഴിഞ്ഞ ഒരു 5-8 സെഷൻസിൽ നമുക്ക് പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ സ്റ്റോക്കിന്റെ ഒരു മേജർ റെസിസ്റ്റൻസ് ഇപ്പം നിലവിലുള്ളത് 81 രൂപയില്ല. 81 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ പുതിയൊരു ഷോർട്ട് ടേം ബുള്ളിഷ് ട്രെൻഡ് ആരംഭിക്കും.
സ്റ്റോക്കിന്റെ ഒരു മേജർ സപ്പോർട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന 69 രൂപയുടെ, എനിക്ക് തോന്നുന്നില്ല 69 രൂപയുടെ സപ്പോർട്ട് ഇമ്മീഡിയറ്റ്ലി ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. ഒപ്പം മറ്റൊരു പ്രേക്ഷക ചോദിച്ചിരിക്കുന്നത് ഗബ്രിയൽ ഇന്ത്യ ലിമിറ്റഡിലുള്ള സാറിന്റെ വ്യൂ ആണ്. കഴിഞ്ഞ ദിവസം 1.5% നഷ്ടത്തിൽ 386 രൂപ 25 പൈസ എന്ന റേഞ്ചിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചത്. അൺഫോർച്ചുനേറ്റ്ലി ഗബ്രിയൽ ഇന്ത്യയിൽ കഴിഞ്ഞ ഒരു 2 ആഴ്ചയായിട്ട് നടന്ന പ്രോഫിറ്റ് ടേക്കിങ്ങിനെ തുടർന്ന് ഗബ്രിയൽ ഇന്ത്യയുടെ ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറിയിരിക്കുന്നു. സോ ദ ബെസ്റ്റ് സ്ട്രാറ്റജി കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് ക്ലോസ് ചെയ്തിട്ട് വാച്ച് ചെയ്തിരിക്കുക. മേജർ സപ്പോർട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് 285 രൂപയില. തിരിച്ച് ഈ സ്റ്റോക്ക് നമുക്ക് ബുള്ളിഷ്നെസ് നൽകണമെങ്കിൽ 415 രൂപയുടെ മുകളിൽ ക്ലോസ് ചെയ്യണം. മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് ആപ്ടെക് ലിമിറ്റഡിലുള്ള സാറിന്റെ വ്യൂ ആണ്. കഴിഞ്ഞ ദിവസം 5% ഒരു നേട്ടം രേഖപ്പെടുത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. 290 രൂപ 95 പൈസ എന്നുള്ള റേഞ്ചിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. സോ ആപ്ടെക് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആൻഡ് കഴിഞ്ഞ 2-3 സെഷൻസിൽ നമ്മൾ ടെക്നോളജി സ്റ്റോക്സ് കണ്ട നേട്ടത്തിന് തുടർന്നായിരിക്കണം ഈ സ്റ്റോക്കിൽ ഒരു മുന്നേറ്റം നമുക്ക് കാണാൻ സാധിച്ചത്. സ്റ്റോക്കിന്റെ മേജർ റെസിസ്റ്റൻസ് കാണുന്നത് 315 രൂപയിലാണ്. അൺലെസ് ആൻഡ് അൺടിൽ ഈ 315 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ ലോങ് ടേം ട്രെൻഡ് വിൽ കണ്ടിന്യൂ ടു റിമെയിൻ ബെയറിഷ് ഓൺലി. സോ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 315 രൂപയുടെ റെസിസ്റ്റൻസ് ശ്രദ്ധിച്ചിരിക്കുക. ഒപ്പം തന്നെ മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് NLC ഇന്ത്യയിലുള്ള സാറിന്റെ ഒരു വ്യൂ ആണ്. കഴിഞ്ഞ ദിവസം 1% ഇടിവിൽ 230 രൂപ എന്ന റേഞ്ചിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. So NLC India long-term trend continues to be bullish, but കഴിഞ്ഞ മാസം അറൌണ്ട് 265-270 ആ ഒരു റേഞ്ച് എത്തിയതിനു ശേഷം സ്റ്റോക്കിൽ വലിയ തോതിൽ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അറ്റ് ദിസ് മൊമെന്റ് നമുക്കൊരു ബൈയിങ് സിഗ്നലും ലഭിച്ചിട്ടില്ല. ബട്ട് നമുക്ക് ശ്രദ്ധിച്ചിരിക്കാവുന്ന ഒരു മേജർ റെസിസ്റ്റൻസ് 242 രൂപ. ആ ഒരു ലെവൽ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഷോർട്ട് ടേം ട്രെൻഡ് വീണ്ടും ബുള്ളിഷായി മാറും. ഇമ്മീഡിയറ്റ് ആയിട്ട് 2 മേജർ സപ്പോർട്ട് കാണാൻ സാധിക്കുന്നത് ആദ്യത്തെ 210 രൂപയിലും അതിനെ തുടർന്ന് 195 രൂപയിലും. മറ്റൊരു പ്രേക്ഷകൻ കൊച്ചിൻ ഷിപ്പ്യാർഡിലുള്ള സാറിന്റെ വ്യൂ ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം 3% ഒരു നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. 772 രൂപയിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. സോ കൊച്ചിൻ ഷിപ്പ്യാർഡ് ലോങ് ടേം ട്രെൻഡ്, ഷോർട്ട് ടേം ട്രെൻഡ് ഒക്കെ തന്നെ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. നമുക്ക് ആ ലോങ് പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. ബട്ട് എങ്കിലും നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു സപ്പോർട്ട് ഏരിയ 750 രൂപയായിരിക്കും. 750 സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേം ട്രെൻഡ് വീണ്ടും ബെയറിഷായി മാറും. ഒപ്പം മറ്റൊരു പ്രേക്ഷക ആന്ധ്ര പെട്രോ കെമിക്കൽസ് ലിമിറ്റഡിലുള്ള സാറിന്റെ വ്യൂ ചോദിച്ചിട്ടുണ്ട്. 0.56% ഒരു മുന്നേറ്റത്തിൽ 100 രൂപ 10 പൈസ എന്ന റേഞ്ചിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചത്. So Andhra Petro is a small cap stock. So ഈ ഒരു സ്റ്റോക്കിൽ നമ്മൾ ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വളരെ വളരെ കെയർഫുൾ ആയിരിക്കണം. ആദ്യം തന്നെ ഈ സ്റ്റോക്കിൽ ഞാൻ കാണുന്ന ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. ഇറ്റ് ഈസ് ലിസ്റ്റഡ് ഓൺലി ഓൺ ദി ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. സോ പ്യുവർ മൊമെന്റം, പ്യുവർ സ്പെക്കുലേറ്റീവ് പ്ലേ. സ്റ്റോക്കിന്റെ ലോങ് ടേം ട്രെൻഡ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് നിലവിൽ ബുള്ളിഷ് ആയിട്ടാണ് കാണുന്നത്. ബട്ട് കാര്യമായിട്ടൊരു ലിക്വിഡിറ്റി ഒന്നും തന്നെ ഈ സ്റ്റോക്കിൽ കാണുന്നില്ല. ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ 95 രൂപയായിരിക്കും. ആൻഡ് ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഇമ്മീഡിയറ്റ്ലി ക്ലോസ് ഓൾ ലോങ് പൊസിഷൻ. മേജർ റെസിസ്റ്റൻസ് ഇനി ഫേസ് ചെയ്യാൻ പോകുന്ന 110 രൂപയിലായിരിക്കും. ഏതായാലും നമുക്ക് പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യേണ്ട ഒരു സമയമായിട്ടുണ്ട്. അവസാനമായിട്ട് NMDCയിലുള്ളൊരു വ്യൂ കൂടി സാറിനോട് ചോദിച്ചിട്ടുണ്ട്. 1% ഒരു ഇടിവോടെ 208 രൂപ 90 പൈസ എന്ന റേഞ്ചിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചത്. സോ NMDCയും കഴിഞ്ഞ ദിവസം ഒരു 230 രൂപയ്ക്ക് അടുത്ത് എത്തിയതിനു ശേഷം സ്റ്റോക്കിൽ ഒരു നല്ല പ്രോഫിറ്റ് ടേക്കിംഗ് നമുക്ക് കാണാൻ സാധിച്ചു. സ്റ്റോക്ക് ഈസ് അണ്ടർഗോയിങ് എ കറക്ഷൻ. നമുക്ക് ശ്രദ്ധിച്ചിരിക്കാവുന്ന ഒരു ഇമ്പോർട്ടൻ്റ് റെസിസ്റ്റൻസ് ഏരിയ 216 രൂപ. 216 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ പുതിയൊരു ബുള്ളിഷ് ട്രെൻഡ് ഇതിൽ എമേർജ് ചെയ്യും. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ട് ഏരിയ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത് 188 രൂപ.